മാഷെ, ഇതെന്റെ മോനാ. മാഷ് സഹായിക്കണം. മാഷോ? എന്റെ പേര് സൂത്രനെന്നാ. അതെനിക്കറിയാം. എന്നാലും പഠിപ്പിക്കുന്നവരെ മാഷെന്നല്ലേ പറയുക. കഴുതേ കഴുതേ എന്നുള്ള വിളി കേട്ട് മടുത്തു. ഇവനെങ്കിലും സൂത്രക്കാരനാക്കണം. അതിനാ മാഷിന്റെ അടുത്ത് വന്നത്. ഷെടാ, കഴുതയെ സൂത്രക്കാരനാക്കാനോ? നടന്നത് തന്നെ. ആ, ഒരു പണി ഒപ്പിക്കാം. അതെ, പഠിപ്പിക്കാൻ എന്നേക്കാൾ മിടുക്കൻ വേറൊരാളാ. ആര്? ദാ ഈ ശേരു. അയ്യോ, ഞാൻ എന്ത് സൂത്രം പഠിപ്പിക്കാനാ? കഴുതകളല്ലേ, എന്ത് പഠിപ്പിച്ചാലും കുഴപ്പമില്ലടോ. മാഷേ മാഷേ, പിന്നാലെ വാ. ഹിഹി, കഴുതക്കുട്ടിക്കാ മണ്ട മാഷ്. മാഷേ, മോനെ എന്താ പഠിപ്പിക്കുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. മോനെ, പോയി ഒരു വള്ളിയും കല്ലും എടുത്തുകൊണ്ട് വാ. വള്ളിയും കല്ലും. ശരി മാഷേ. എന്തിനാ മാഷേ വള്ളിയും കല്ലും? അത് ആനയെ പിടിക്കാനുള്ള വിദ്യയാ. കഴുതക്കുട്ടി പോയി വരുമ്പോഴേക്കും എന്തെങ്കിലും സൂത്രം ആലോചിച്ച് വെക്കണം. മാഷേ, ദാ വള്ളി. കല്ലോ? കല്ല് വള്ളിയുടെ അറ്റത്തുണ്ട്. ഒറ്റ വലി വലിച്ചാൽ ഇങ്ങോട്ട് പോരും. മാറിക്കോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇവറ്റകളെ ഒഴിവാക്കാൻ ഒരു സൂത്രമുണ്ട്. മിടുക്കൻ, മിടുമിടുക്കൻ. ഇത് തന്നെ ആനേനെ പിടിക്കുന്ന വിദ്യ. ആണോ? താഴെ കൂടി ആന പോകുമ്പോൾ ഇതുപോലെ കല്ല് കെട്ടി വലിക്കണം. ഈ മിടുക്കൻ ഇപ്പോഴേ മിടുക്കനാ. കൂടുതൽ പഠിക്കണ്ട. മോനെ, നീ കഴുതകളുടെ മാനം കാത്തു. രക്ഷപ്പെട്ടു. തന്നെ കഴുതയുടെ കൂടെ വിട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇന്ന് നല്ല കാറ്റാ വീശിയത്. മരമൊക്കെ വീണല്ലോ. ശരിയാ, പക്ഷെ ഇന്നലെ വൃത്തികെട്ട കാറ്റായിരുന്നു. ഒറ്റ മരം പോലും വീണില്ല. അയ്യോ. എന്തിനാ ആ കുട്ടിക്കുരങ്ങൻ ഇരുന്ന് കരയുന്നത്? എന്തു പറ്റി? കാറ്റത്ത് പറന്നുപോയി. ആര്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ പറന്നു പോയിട്ട് താഴെ വീണോ? വീഴാനൊന്നും സമയം കിട്ടിയില്ല. സംഭവം കഴിഞ്ഞ കുറച്ചു നേരമായി. ഇതുവരെ ഒരു വിവരവുമില്ല. ശരിയാ, കുറച്ചു മുമ്പ് കാറ്റിന് ശക്തി കൂടുതലുണ്ടായിരുന്നു. എന്താ അവന്റെ പേര്? ഉന്തുന്തു. തകർപ്പൻ പേര്. ഉന്തുന്തു തീരെ ചെറുതാണോ കാറ്റത്ത് പറന്നു പോകാൻ? ഹേയ്, എന്റെ അത്രയും വലിപ്പമുണ്ട്. ഉന്തുന്തു കുരങ്ങനെ വേറെ ആരൊക്കെയുണ്ട്? ഉന്തുന്തു കുരങ്ങനല്ല. അത് ശരി, കുരങ്ങനല്ലേ. പിന്നെ ഏത് ജീവിയാ? അത് അങ്ങേര് പറഞ്ഞതാ, പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങേർക്ക് വാലിന്റെ തൊട്ടടുത്ത വായുണ്ടെന്ന് മാത്രം ഓർമ്മയുണ്ട്. വാലിന്റെ അടുത്ത് വായോ? അതെന്ത് ജീവി? ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ദേ ഒരുത്തൻ വരുന്നു, അവനോട് ചോദിക്കാം. ഹലോ, ഉന്തുന്തു എന്നൊരുത്തൻ കാറ്റത്തെ പറന്നു പോയി. അവനെ പറ്റി വല്ലതും അറിയാമോ? അറിയാം, ഞാനാ ഉന്തുന്തു. കുരുത്തം കെട്ടവനെ, ഈ വവ്വാലാണോ കാറ്റത്ത് പറന്നു പോയെന്ന് പറഞ്ഞത്? ഇങ്ങനെ ഇവിടുന്ന് പറക്കുമ്പോ നല്ല കാറ്റുണ്ടായിരുന്നു. അത് ശരി, എങ്കിൽ പറ, വാലിന്റെ അടുത്താണോ ഇവന്റെ വായ? വവ്വാൽ എന്നല്ലേ പേര്. അതിൽ വായുടെ തൊട്ടടുത്തല്ലേ വാൽ. ശരു, വേഗം ഒളിക്ക്. അയ്യോ, എന്തു പറ്റി? എന്റെ ഒരു പഴയ ചെങ്ങാതി വരുന്നുണ്ട്. പേര് കേട്ട് പേടിത്തൊണ്ടനാ. കടുവ എന്ന് കേട്ടാലേ ബോധം കെടും. ഇവിടെങ്ങാനും വെച്ച് പേടിച്ച് ചത്താൽ മൂപ്പരുടെ ചേട്ടന്മാര് നമ്മളെ വെച്ചേക്കില്ല. സൂത്ര. ഹലോ. തന്നെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. താനെന്താ അങ്ങോട്ട് നോക്കി വാചകം അടിക്കുന്നത്? അകത്താരാ? ഹിഹി, ആരെ? ഒരു കടുവ പോലും ഇല്ല. അയ്യോ, എന്താ? കടുവയുടെ കാൽപ്പാടല്ലേ ഇത്? ഹേയ്, അത് തന്നെ തോന്നലല്ലേ. താൻ ആളങ്ങ് ക്ഷീണി. എന്റെ അമ്മോ, എന്താ? ഗുഹയ്ക്കകത്ത് ഒരു കടുവാത്തല. ഇത് തോന്നലാണെന്നേ. മണ്ടൻ കടുവ എത്തി നോക്കി. ഇവിടെ വന്ന പലർക്കും തോന്നാറുള്ളതാ ഗുഹയ്ക്കകത്ത് കടുവ ഉണ്ടെന്ന്. ചിലർക്ക് തോന്നും കടുവയുടെ അലർച്ച കേട്ടുവെന്ന്. എല്ലാം ചുമ്മാ തോന്നലാ. എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല സൂത്ര. ഇപ്പോ വിശ്വാസമായി കാണും. തോന്നല്. അയ്യോ, ഇത് തോന്നലല്ലേ? തോന്നലാണെന്നേ. തോന്നലല്ല സൂത്ര, തോന്നല. അല്ല. സൂത്രനെ അത്ര വിശ്വാസമില്ലേ? ഇനി ഞാൻ നേരിട്ട് പറയണോ? സൂത്രനല്ലടാ, സൂത്രൻ. സൂത്രൻ എഴുത്. ഹാവു, അങ്ങനെ തന്നെ. അമ്മാവന്റെ മോനാ. തനിക്ക് ഓർമ്മയില്ലേ? പിന്നെ ഇവനല്ലേ പണ്ട് എന്റെ വാല് കടിച്ചു മുറിച്ചത്. ഇവനെ ഞാൻ തന്നെ എഴുതാൻ പഠിപ്പിക്കണമെന്ന്. നീ ഇവിടെ ഇരിക്കെ. എന്റെ പേര് 100 തവണ എഴുതി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. കണ്ണിൽ കണ്ടതൊക്കെ കടിച്ചു മുറിക്കരുത്. മിടുക്കനാ. കാര്യങ്ങളൊക്കെ വേഗം പഠിച്ചോളും. എന്റെ ബുദ്ധി മുഴുവൻ കിട്ടിയത് ഇവനാണെന്ന് അമ്മാവൻ പറയുന്നത്. താൻ കണ്ടില്ലേ, 2 തവണ പറഞ്ഞപ്പോഴേക്കും എന്റെ പേര് എഴുതാൻ പഠിച്ചു. അവനല്ലേ ഓടി വരുന്നത്. എന്തു പറ്റിയടാ? സൂത്രം കുറുക്കൻ എന്ന് എഴുതാൻ ഞാൻ പഠിച്ചു. അത്രയുള്ളോ? ഞാൻ ഗുഹയുടെ മുമ്പിലെ പേരെഴുതി വെച്ചിട്ടുണ്ട്. സൂത്രം കുറുക്കൻ. കണ്ടവർക്കൊക്കെ വലിയ ഇഷ്ടമായി. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. കണ്ടവരൊക്കെ എന്റെ പുറത്ത് തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. എടാ മിടുക്ക, നീ എന്റെ മാനം കാത്തു.
വാ ഞാനും ഒന്ന് കാണട്ടെ. ഈ ചിരി അത്ര ശരിയല്ലല്ലോ. ഉഗ്രൻ. സൂത്രൻ കിറുക്കൻ. കടിയനെ കാണാൻ ഒരു പുച്ഛ ലക്ഷണക്കാരൻ വന്നിരിക്കുന്നു. പൂച്ച ഭക്ഷണക്കാരനോ? പൂച്ച ഭക്ഷണമല്ല, പുച്ഛ ലക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം ഒപ്പിച്ച് പുച്ഛിക്കുന്ന ആളാണോ? ഹിഹി, അതൊന്നുമല്ല. പോയി നോക്ക്, കടിയൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചു വരുത്തി പുച്ഛിക്കാനായിരിക്കും സൂത്ര. ചേട്ടന്റെ വാൾ കണ്ടാലേ അറിയാം. എന്തറിയാമെന്ന്? വാളാണെന്നോ? അതല്ല, ശരിക്കും ഒരു ചക്രവർത്തിയുടെ വാളാണിത്. സൂത്ര, ദേ അങ്ങേരെ കടിയന്റെ വാളിനെ പുച്ഛിക്കുന്നു. സിംഹത്തിന്റെ വാല് നോക്കി വേറാരുടെയോ വാല് പോലെയാണെന്നല്ലേ പറഞ്ഞത്? ഓ, നിങ്ങൾ വന്നോ? ഇത് പുച്ഛലക്ഷണക്കാരൻ പഞ്ചപുച്ഛൻ. ഹിഹി, മനസ്സിലായില്ല അല്ലേ? പുച്ഛമെന്ന് പറഞ്ഞാൽ വാൾ. അപ്പോൾ വാൾമാക്രിക്ക് പുച്ഛമാക്രി എന്ന് പറയാമല്ലേ? വാൾ നോക്കി ലക്ഷണം പറയുന്നതാ എന്റെ ജോലി. വിശേഷമൊക്കെ പിന്നെ പറയാം, എന്റെ ലക്ഷണം മുഴുവൻ പറയടോ. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഹിഹി, ആ പ്രശ്നം ഇന്നത്തോടെ തീരും. നാളെ ശനിയാഴ്ചയാവുമല്ലോ. കളിയാക്കുകയാണോ? പുച്ഛലക്ഷണക്കാരെ പുച്ഛിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഹിഹി, വെറുതെ ചിരിക്കുന്നു. പറയൂ, വെള്ളിയാഴ്ച എന്താ പ്രശ്നം? അങ്ങയുടെ വാൾ ലക്ഷണം അനുസരിച്ച് ഈ വെള്ളിയാഴ്ച കൂടുതൽ പേരെ കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ കാണുന്നവരുടെ എണ്ണം കൂടുന്തോറും ശരീരത്തിന് വേദന കൂടിക്കൊണ്ടിരിക്കും. അതിരിക്കട്ടെ, ചേട്ടൻ എന്നെ ഇതുവരെ എത്ര പേരെ കണ്ടു? കാലത്ത് മോനെ കണ്ടു, പിന്നെ നിങ്ങളെ കണ്ടു, പിന്നെ ഈ പരമദ്രോഹികളെയും കണ്ടു. ഓരോന്ന് കേറി വന്നോളും നേരം വെളുക്കുമ്പോഴേക്കും. ഇന്ന് അധികം പേരെ കാണാതിരിക്കുന്നതാ ശരീരത്തിന് നല്ലത്. അതിന് എന്ത് ചെയ്യും? ഇന്ന് മുഴുവൻ ഗുഹയിൽ തന്നെ ഇരുന്നോളൂ. ആരെയും അകത്ത് കടത്തുകയും വേണ്ട. ഇവന്മാര് തന്നെ ഇവിടെ കാവൽ നിൽക്കട്ടെ. ആരെയും അകത്ത് വിടണ്ട. ചതിച്ചോ? ആരെങ്കിലും അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഐഡി കേട്ടല്ലോ. സന്തോഷം. ഹലോ, സൂത്രന്റെ വാല് നോക്കി ലക്ഷണം ഒന്ന് പറയാമോ? ഈ വാലിൽ ഭാഗ്യദേവത കുടികൊള്ളുന്നുണ്ട്. ആ കറുത്ത് കാണുന്നതാണോ? അത് ഭാഗ്യദേവതയല്ല, ഒരു പ്രാണിയാ. ബന്ധുവലവും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ കാലമായി കാണാതിരുന്ന പല ബന്ധുക്കളെയും ചെങ്ങാതിമാരെയും ഉടൻ കാണും. സൂത്ര, തന്റെ സുഹൃത്തുക്കളെ വല്ലവരെയും കുറെ കാലമായി കാണാതെ പോയിട്ടുണ്ടോ? മാത്രമല്ല, ഈ വാളിന്റെ ബലത്തിൽ തനിക്ക് ലോകം മുഴുവൻ ചുറ്റാൻ കഴിയും. എന്റെ വാലത്ര മോശമല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്റെ വാലും ആ പുച്ചക്കാരനെ കാണിക്കാമായിരുന്നു. ഞാൻ എത്തി. അതാരാ? അയ്യോ, എന്റെ അമ്മാവന്റെ മോൻ. അതെ, ഒരു സംശയം തീർക്കാൻ വന്നതാ. സിംഹത്തിന് എത്ര പല്ല് കാണും? വാ അടിച്ചു പിടിച്ചാൽ ഒരു പല്ലും കാണില്ല. സിംഹത്തിന്റെ പല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാട്ടിലെ സിംഹം കഴിഞ്ഞ ആഴ്ച ചത്തു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോൻ ഇവിടെ നില്ല്, ഞാൻ അകത്ത് പോയി സിംഹത്തോട് തന്നെ ചോദിച്ചിട്ട് വരാം. സിംഹം അകത്തുണ്ടോ? എന്നാ പിന്നെ ഞാൻ പോയി നോക്കിക്കോളാം. അയ്യോ, മോനെ അകത്ത് പോവല്ലേ. ഏട്ടോ, എന്തോ ഇത്? ഇതൊരു കുറുക്കൻ കുട്ടിയാ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരെയും അകത്ത് കേറ്റരുതെന്ന്. എന്റെ കഴുത്തേ, മൂപ്പർക്ക് 20 പല്ലുണ്ട്. ചീത്ത വിളിക്കാൻ വായ തുറന്ന നേരത്തെ ഞാൻ എണ്ണി. ആദ്യമായിട്ട് വന്ന ബന്ധു കലക്കി. കടിയൻ ചേട്ടൻ അകത്തുണ്ടോ? എന്നോട് അങ്ങേരുടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. വരച്ചു വന്നപ്പോ ചെറിയൊരു സംശയം, അത് തീർക്കാൻ വന്നതാ. പടമൊക്കെ നാളെ, ഇന്ന് ആരെയും അകത്ത് കേറ്റണ്ടെന്നാ പറഞ്ഞത്. അത് പറ്റൂല, ഇന്ന് തീർക്കണമെന്ന് മൂപ്പര് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങളുടെ കാര്യം അങ്ങേര് തീർക്കും. എനിക്ക് ആ മുഖമൊന്ന് കണ്ടാ മതി. മൂക്കിന്റെ വളവൊന്ന് നോക്കാനാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. വേറൊരു വഴി നോക്കട്ടെ, അതാ നല്ലത്. ഹാവൂ, ഇടി കൊള്ളാതെ അങ്ങേര് പോയി. എടാ, ഗുഹയുടെ പിന്നിൽ കിളിവാതിൽ തുളച്ചു വെച്ചിരിക്കുന്നതേ കാറ്റ് കിടക്കാനാ, അല്ലാതെ വല്ലവർക്കും വന്ന് എത്തി നോക്കാനല്ല. മനസ്സിലായോ? ആ കരടിയുടെ മുഖം ഞാൻ കണ്ടടാ ദ്രോഹികളെ. ഇങ്ങേരെ ഗുഹയ്ക്ക് പിറകുവശത്തെ കിളിവാതിൽ വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഏത് കിളിയാ സൂത്ര വാതിൽ വെച്ചത്? ഇനി ഒരുത്തനും ഇതുവഴി വരാതിരുന്നാ മതിയായിരുന്നു. വാശിയോടെ വീശി വീശി മീശയെ പോലും പാശം പോലെ മോശമാക്കി നശിപ്പിക്കുന്ന ശിശിരക്കാറ്റേ. അജഗജനാട്. ആര്? ശേരുവല്ലേ? ആരവങ്ങൾ തേരോടിക്കുന്ന പാരാവാരത്തിൽ വാരിയല് ഊരിപ്പോയ പോലെ ചാരിയിരിക്കുന്നത്. എന്റെ പേര് ശേരു എന്നാണോ എന്നല്ലേ ചോദിച്ചത്? അതെ, ഇത് സൂത്രൻ. ഓ, വൃദ്ധന്മാരെ പോലെ ബുദ്ധി സിദ്ധിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുന്ന ശുദ്ധൻ. എടാ, അവനോട് മിണ്ടാതിരിക്കാൻ പറ. സ്ഥലം വിട്ടോ, കടിയനെ അകത്ത് ആരെയും കാണാതെ ഇരിപ്പാ. കാണാതിരിക്കാൻ കാരണം നാണമാണോ ക്ഷീണമാണോ വീണതാണോ? ആ വിഡ്ഢിയോട് മിണ്ടരുതെന്ന് പറയാൻ. കേട്ടിട്ട് തലവേദനിക്കുന്നു. പോടാ, പറഞ്ഞില്ലേ കടിയൻ ചേട്ടൻ ഇന്ന് ആരെയും കാണുന്നില്ല. വന്യമൃഗങ്ങളുടെ മാന്യത ശൂന്യ
പുറത്തിറങ്ങി നോക്കിയത്. ശക്തന്മാരിൽ നിന്ന് മുക്തരാവാനായി ഈ ഭക്തൻ വ്യക്തമായ ഒരു സുക്തം പാടാം. താൻ വായിലെ കെട്ടഴിച്ചോ? ഓടടാ അവിടെന്ന് തല്ലി വിളിക്കാതെ. കടിയൻ ചേട്ടൻ ഇന്ന് ആരെയും കാണുന്നില്ലെന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞേക്ക്. അങ്ങനെയെങ്കിലും കുറച്ചുപേര് വരാതിരിക്കട്ടെ. എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? കടിയന്റെ അമ്മൂമ്മ, സത്യം പറ, എന്റെ കടിയമോനെ എന്തു പറ്റി? ആ ആട് പറഞ്ഞത് എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. എന്റെ മോനെ എനിക്ക് ഇപ്പൊ കാണണം. കടിയാ, അയ്യോ പോകല്ലേ. എടാ ദ്രോഹി. അമ്മുമ്മയെ കടിയൻ ദ്രോഹി എന്നാണോ വിളിക്കുന്നത്? അത് നമ്മളെ വിളിച്ചത് അമ്മുമ്മയെ കടത്തി വിട്ടതിന്. കടിയൻ ചേട്ടനെ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഒരു പ്രശ്നവുമില്ല, കാണണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. കടിയൻ ചേട്ടനെ മാനസികമായി എന്തോ കുഴപ്പമുണ്ടല്ലേ? പുറത്തിറങ്ങുന്നില്ലെന്ന് കേട്ടല്ലോ. ഒരു കുഴപ്പവുമില്ല, പുച്ഛലക്ഷണം കാരണമാ അകത്തിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ആക്രമണമാണെന്ന് കേട്ടു. വെളിച്ചം കണ്ടാൽ ദേഷ്യം വരുന്ന ഒരു സൂക്കേടുണ്ട്. എന്റെ അപ്പൂപ്പൻ ആ രോഗം വന്നാ ചത്തത്. എനിക്ക് സംശയം ആ സൂതന്റെയും ശേരുവിനെയോ അവന്മാരുടെ കളിയാണോ എന്ന് സംശയിച്ചോളാം. രോഗം വന്ന കടിയനെ അവർ തടവിൽ വെച്ചിരിക്കുകയാ, വൈദ്യരെ കാണാൻ സമ്മതിക്കാതെ. ശരിയാ, അല്ലാതെ പുച്ഛം കാരണം ആരെങ്കിലും ഗുഹയിൽ ഇരിക്കുമോ? കടിയൻ ആള് പോക്കില്ല, എന്നാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. സത്യം നമുക്ക് അറിയണം. വാടാ, കഴിയുന്നത്ര ആളെ കൂട്ടി നമുക്ക് അങ്ങ് ചെല്ലാം. കടിയനെ ഞങ്ങൾക്ക് കണ്ടേ തീരൂ. എന്റെ കാട്ടുമുത്തപ്പ, പഞ്ചപുച്ചൻ പറഞ്ഞത് ശരിയായി. കുറെ കാലമായി കാണാതിരുന്ന സകല ഇടാകൂടങ്ങളുമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിക്കും, കടിയനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഹലോ കരുനാക്കൻ, എല്ലാരും കൂടി ഇങ്ങനെ ചാരിയ ഗുഹ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോന്നാ എന്റെ സംശയം. നമസ്കാരം കടിയൻ ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാട്ടുമുത്തപ്പ, വാളിന്റെ ബലത്തിൽ സൂത്രം ചുറ്റുമെന്ന് പുച്ചക്കാരൻ പറഞ്ഞിരുന്നു. കടിയന്റെ പുച്ഛലക്ഷണം ശരിയായല്ലേ? മൂപ്പരെ ശരീരവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നിരുന്നു. 1 മണിക്കൂർ തുടർച്ചയായി ഇടിച്ചാൽ ഇടികൊണ്ടവന് മാത്രമല്ല, ഇടിച്ചവനും ശരീരവേദന വരും വൈദ്യരെ. അമ്മാവന്റെ പിറന്നാളാ, എന്റെ ഒരു പ്രതിമ സമ്മാനം കൊടുക്കണം. പ്രതിമ ഉണ്ടാക്കാൻ അറിയില്ല. തന്നോട് ഉണ്ടാക്കാനല്ല പറഞ്ഞത് കഴുതേ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വാടോ. സൂത്ര, അമ്മാവന് കടിയന്റെ പ്രതിമ കിട്ടിയിട്ട് എന്താ ഗുണം? പ്രതിമയാണെങ്കിൽ മിണ്ടില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രതിമയ്ക്ക് എന്ത് വലിപ്പം വേണം? അയ്യോ, അത് ചോദിച്ചില്ല. 3-4 ഉണ്ടാക്കിക്കോ, പല വലിപ്പത്തിൽ. ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. ഹിഹി, കൊള്ളാം. ഏതാ അമ്മാവന് കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. 4 കണ്ടപ്പോൾ വേറൊരു ഐഡിയ. മുറ്റത്ത് ആ മരം വരെ ഇത് 4 സ്ഥാപിക്കാം. കാണുന്നവർക്ക് എന്നോടൊരു ബഹുമാനം തോന്നും. പിന്നെ തോന്നിയത് തന്നെ. വേഗം പ്രതിമ സ്ഥാപിക്ക. ഹിഹി, അത് ശേരു സ്ഥാപിച്ചോളും. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്നിങ്ങ് വരാം. ശേരു, സ്ഥാപിച്ചോ? സ്ഥാപിച്ചു കഴിഞ്ഞാൽ പറയണം, ഞാൻ അകത്തുണ്ടാവും. ചേട്ടാ, തീർന്നു. വലിയ പ്രതിമ സൂപ്പർ, പക്ഷെ അവസാനത്തേത് ചെറുതാ, ഭംഗി പോരാ. എടോ, അവസാനം വെച്ച പ്രതിമ വേണ്ട, തല്ലിപ്പൊട്ടിച്ചു കളാ. ഭാരം കൂടുതലുള്ളത് കൊണ്ട് അവസാനം വെച്ചത് വലിയ പ്രതിമയാ. അടിച്ചു സൂത്ര, അടിച്ചു. ആരടിച്ചു? ആരെ അടിച്ചു? സമ്മാനം അടിച്ചെന്ന്. കാട്ടിൽ ഏറ്റവും അടികൊണ്ടിട്ടുള്ള സമ്മാനം തനിക്കാ. ഇന്നലെ കടിയൻ അടിച്ചത് കൂട്ടിയപ്പോൾ 500 ഇടിയായി. കാട്ടിലെ ലോക റെക്കോർഡാ. ഇത്രയും ഇടികൊണ്ടിട്ടും ജീവിച്ചിരിക്കുന്നത് ലോകാത്ഭുതമാണെന്ന്. എന്നാരാ പറഞ്ഞത്? പറഞ്ഞവരെ ഇപ്പൊ ഇനി എത്തും തനിക്ക് സ്വീകരണം തരാൻ. റെക്കോർഡിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ദാ ഇതൊക്കെ ഞങ്ങളുടെ സമ്മാനമാ. അയ്യടാ. സ്വീകരണ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ആദ്യം പ്രാർത്ഥന. ദൈവമേ, കൈതൊഴാൻ തല്ലുമാറാകണം. പാവമാ സൂത്രന് റെക്കോർഡ് ഉണ്ടാകണം. ഇനി ഞങ്ങളുടെ സംശയങ്ങൾക്ക് സൂത്രന്റെ മറുപടി. ഞാൻ പറയുന്നതൊക്കെ താൻ എഴുതി വെച്ചോ. നാളത്തെ പിള്ളേർക്ക് ഒരു പാഠമാവട്ടെ. സത്യമായിട്ട് സൂത്രൻ ഇത്രയും ഇടി കൊണ്ടോ? കാട്ടുമുത്തനാണോ സത്യം? എപ്പോഴാ കൂടുതൽ വേദന? ഇടിച്ചാലോ ചവിട്ടിയാലോ? ഇടിച്ചാൽ. ആരെയാണ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്? കടിയൻ ചേട്ടനെ. 500-ൽ 450 മൂപ്പരുടെ ഇടിയല്ലേ? ആരോ തന്നെ മണ്ടനെന്ന് വിളിച്ചതിന് ഇത്രയും വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ബുദ്ധിമാനെന്ന് എന്നെ എത്ര പേര് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, തന്നേക്കാൾ മണ്ടന്മാരുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. അപ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും. വാ ചേട്ടാ, ഈ കുളം ആരുടെയാ? എന്റെ. ഈ കുളം എനിക്ക് തരാമോ? പകരം കുളത്തിലെ വെള്ളം കോരാൻ ഈ ശേരുവിനെ തരാം. ശരി, സമ്മതിച്ചു. ശേരുവിനെ തന്നിട്ട് കുളം എടുത്തോ. സൂത്ര, എന്നെ താൻ ഇങ്ങേർക്ക് കൊടുക്കുകയാണോ? ഇല്ലെന്നേ, വേറൊരു സൂത്രമുണ്ട്. ചേട്ടാ, ഒരു സംശയം. കുളത്തിലെ വെള്ളം കോരാനാ ശേരുവിനെ തന്നത്. കുളം എന്റേതായ സ്ഥിതിക്ക് കുളത്തിലെ വെള്ളം കോരുന്നവനും എന്റെ കൂടെ വരണ്ടേ? മാത്രമല്ല, കുളമില്ലാത്ത ചേട്ടനെ കുളത്തിലെ വെള്ളം കോരാൻ ആളെന്തിനാ? ശരിയാ. അങ്ങനെ
കുളം എനിക്ക് വെറുതെ കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ തന്നേക്കാൾ വലിയ മണ്ടനാണ് ആ. ഹലോ, ഒരു മിനിറ്റ്. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാ. നമസ്കാരം, എന്റെ പേര് ബബബൻ. നമസ്കാരം. അതിരിക്കട്ടെ, താനെന്തിനാ ബബബൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്? ബബബൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ കുളം വാങ്ങിയത് 2 കൊല്ലം മുമ്പ്. 1 കൊല്ലം കൊണ്ട് 350 കരിമ്പിൻ കെട്ട് കൊടുക്കണം. അതായിരുന്നു കുളത്തിന്റെ വില. പക്ഷേ ആകെ 35 കരിമ്പിൻ കെട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് വില മുഴുവൻ കൊടുത്തില്ലെങ്കിൽ കാലത്തും വൈകിട്ടും ഓരോ തല്ല് ഞാൻ വാങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. കുളം ഞാൻ വിറ്റ സ്ഥിതിക്ക് ഇനി സൂത്രനെ തല്ലിക്കൊള്ളാമെന്ന് ബബബൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ തല്ല് പിടിച്ചോ. കുളം വാങ്ങി തല്ല് കൊണ്ടവനാ അത്, മണ്ടൻ. തന്നെയും മണ്ടാന്ന് വിളിക്കുന്നു സൂത്ര. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. താൻ എങ്ങോട്ടാണ് ഓടുന്നത്? എന്റെ ഒരു അമ്മാവന്റെ അമ്മാവൻ വന്നിട്ടുണ്ട്. അങ്ങേര് തന്നെ തല്ലാൻ വരുന്നുണ്ടോ? അതല്ലടോ, അങ്ങേര് പറഞ്ഞിട്ടാ ഓടുന്നത്. അമ്മാവൻ ഓട്ടം പഠിപ്പിക്കുന്ന ആളാണോ? അല്ലെന്നേ, വലിയ മന്ത്രവും പൂജയും ഒക്കെ അറിയുന്ന ആളാ അമ്മാവന്റെ അമ്മാവൻ. കാട്ടുമുത്തപ്പനൊക്കെ അമ്മാവനെ വലിയ ബഹുമാനമാണെന്ന് അമ്മാവൻ പറയുന്നത്. അമ്മാവൻ ഈ വള്ളി എന്റെ കയ്യിൽ തന്നു വിട്ടു. ഇത് 12 കല്ലിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനു പറ്റിയ പാറക്കല്ല് തിരിഞ്ഞ് നടക്കുകയാ ഞാൻ. പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ അവിടെ ഒരെണ്ണം. ഹാവു, ഇപ്പോ 11 എണ്ണമായി. ഒരെണ്ണം കൂടി വേണം. കല്ലിന്റെ ഉള്ളിൽ കൂടി വള്ളി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ആർക്കറിയാം. എന്തോ പൂജയ്ക്കാണെന്നാ തോന്നുന്നത്. പണ്ട് ഇതുപോലെ ഒരു ഇറച്ചി കഷ്ണം തന്നെ 7 പുഴയിൽ മുക്കിക്കൊണ്ട് വരാൻ മൂപ്പര് പറഞ്ഞു. പക്ഷെ 7 തവണ മുക്കിയപ്പോഴേക്കും ഇറച്ചിയൊക്കെ മീൻ കൊത്തി തീർത്തു. തുളയുള്ള ഒരു പാറക്കല്ല് ഇതാ അവിടെ. എന്റെ കാട്ടുമുത്തപ്പ, നടു ഒടിഞ്ഞു. എന്നാലും കല്ല് 12 എണ്ണമായല്ലോ, ആശ്വാസമായി. വാ, എന്റെ അമ്മാവനെ കാണാൻ പോകാൻ. താനും പരിചയപ്പെട്ടോ. അമ്മാവ, ഇത് എന്റെ ഫ്രണ്ട് സൂത്രൻ. ഇതാ അമ്മാവൻ തന്ന വള്ളി. കല്ലൊന്നും കിട്ടിയില്ലേ? കിട്ടി. തുളയുള്ള 12 കല്ലിന്റെ ഉള്ളിൽ കൂടി ഇതും പിടിച്ച ഞാൻ നടന്നു. നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടാ നടന്നത്. എന്നാ പിന്നെ നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ, കാരണം നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ. അയ്യോ, എന്തിനാ? എടാ മണ്ട, തുളയുള്ള ചെറിയ കല്ലുകൾ ആ വള്ളിയിൽ കോർത്ത എനിക്കൊരു കല്ലുമാല ഉണ്ടാക്കാനാ ഞാൻ പറഞ്ഞത്. ഈ മൂങ്ങാവൈദ്യരെ കാണാൻ എന്ത് ചെയ്യണം? വൈദ്യരെ കാണാൻ വൈദ്യരുടെ അടുത്ത് പോയാൽ മതി. അതെനിക്കറിയാം. വൈദ്യര എവിടെയാ താമസിക്കുന്നതെന്നാ ചോദിച്ചത്. ഇവിടെ അടുത്താ. എവിടെന്നാ വരുന്നത്? ഞാൻ ഇവിടെ അടുത്തല്ല, കുറെ അകലെയാ. ഈ മുടി ഇങ്ങനെ വളരുന്നതാ പ്രശ്നം. ഇതൊന്ന് വെട്ടിക്കളഞ്ഞാൽ പോരെ? വെട്ടി നോക്കി, അപ്പോ പിന്നെയും വളരുന്നു. അത് കാരണം മറ്റു പുലികൾ എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. മുടിയനായ പുത്രൻ എന്നാ അവരെന്നെ വിളിക്കുന്നത്. വൈദ്യരുടെ സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം, വാ. വലിയ ഉപകാരം. ഇതാണ് സ്ഥലം. പക്ഷെ വൈദ്യര എങ്ങോട്ടാ പോയിരിക്കുക? മുടിയൻ ഇവിടെ വെയിറ്റ് ചെയ്യേ. വൈദ്യര ഇപ്പൊ വരും, ഞങ്ങള് പോണു. ദേ വൈദ്യര്. വൈദ്യരെ, ഒരു പുലിക്ക് മുടി വളരുന്നു. പുള്ളി വൈദ്യരെക്കാട്ട് ഇരിപ്പുണ്ട്. ഞാൻ 1/2 മണിക്കൂർ വൈകും. ഒരു കാര്യം ചെയ്യാമോ? ഈ മരുന്ന് കഴിക്കാൻ പറ, മുടി പോകും. വൈദ്യര് വരാൻ വൈകും. ഈ മരുന്ന് കഴിച്ചോ, മുടി പോകും. മരുന്ന് കൊണ്ടുപോടോ. ഇനി മുടി പോയാലാ കുഴപ്പം. ഇവരെന്നെ ഗ്രൂപ്പിൽ കൂട്ടി. വൈദ്യരെ, എന്റെ ഈ കൂട്ടുകാരന്റെ പുള്ളി മായ്ക്കാൻ മരുന്നുണ്ടോ? കടിയൻ സിംഹം ആരാണെന്നല്ല, നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്. ഞാൻ സിംഹമല്ല, ഒരു ചെന്നായാണ്. അടുത്ത കാട്ടിൽ നിന്നും വരുന്നു. പണ്ട് കുറെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പാട്ടുകൊണ്ട് ജീവിക്കാനുള്ള വക കിട്ടാതായി. അതോടെ ഞാൻ ഗദയുണ്ടാക്കുന്ന പണി തുടങ്ങി. ഗദയോ? അതെ, ഇര പിടിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ശത്രുക്കളെ നേരിടാനും ഉപയോഗിക്കാം. ഒറ്റയടിക്ക് മുതുകു ചുളുങ്ങും, എല്ലു നുറുങ്ങും, ആമാശയം കലങ്ങും. ആനയെ തല്ലാം, സിംഹത്തെ തല്ലാം, പുഴുവിനെ തല്ലാം, പാമ്പിനെ തല്ലാം. എങ്കിൽ ഒരു ഗദ ഞങ്ങൾക്ക് തരുമോ? വില തരാം. പറ്റില്ല. ഞാനുണ്ടാക്കിയ ഗദ ഞാൻ എന്റെ കാട്ടിലേ കൊടുക്കൂ. അതൊക്കെ പോട്ടെ, കടിയന്റെ ഗുഹ എവിടെയാ അത് പറ. നേരെ നടന്നാൽ വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ നടക്കണം. കടിയനെ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് സമർപ്പിക്കണം. എങ്കിൽ ഒരു ഗദ ഞങ്ങൾക്കും വേണം. ഗദ ഈ കാട്ടിൽ വിൽക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശരു, ഇവനാള് തരികിടയാ. നമുക്ക് തരാതെ ഗദ കടിയന് മാത്രം കൊടുക്കാനുള്ള പരിപാടിയാ. ഇനി കടിയന്റെ അടി ഗദ കൊണ്ടായിരിക്കും. എങ്കിൽ താൻ കടിയനും ഇത് കൊടുക്കണ്ട. ഭീഷണിയാണോ? ഞാൻ ഇത് കൊടുത്താൽ തനിക്കെന്താണോ? കടിയന് മാത്രമായി താൻ ഈ കാട്ടിൽ ഗദ കൊടുക്കണ്ട, മനസ്സിലായോ? ഗദയോ? ഗദ ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ കടിയന് സമർപ്പിക്കുമെന്ന് പറഞ്ഞതോ? അത് കടിയനെ പറ്റി ഞാൻ എഴുതിയ ഈ പാട്ടിന്റെ കാര്യമല്ലേ. വരികൾ മറന്നു പോകാതിരിക്കാനാ ഞാൻ എന്റെ ഈ ഗദയിൽ എഴുതിക്കൊണ്ട് വന്നത്. നിങ്ങളെയും കേൾപ്പിക്കാം. ഉടയവനല്ലോ കടിയൻ, ഉടയവനല്ലോ അടിമകളല്ലോ ഞങ്ങൾ, അടിമകളല്ലോ. ഓ ഓ ഓ. ഗദ കൊണ്ടുള്ള അടിയായിരുന്നു ഇതിലും ഭേദം.